ടീം എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടാ. ഇപ്പോൾ ടൈം ഇപ്പോൾ 12:05 അപ്പോൾ ഇന്ന് താരയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് ഞാനൊരു പ്രോഗ്രാമിന് പോയിട്ട് വന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിരിക്കുന്ന കേക്കും കുറച്ച് ഗിഫ്റ്റുകളാണ് കേട്ടോ, ഉടുപ്പുകളൊക്കെയാണ്. അപ്പോൾ 2 പ്ലാൻ ഉണ്ട് കേട്ടോ. ഒന്നെങ്കിൽ ഫ്രാങ്ക് കൊടുക്കണം. അപ്പോൾ ഞാൻ രാത്രി വിളിക്കാൻ സാധാരണ അമ്മച്ചിയാണ് വന്ന് തുറക്കണത്. അമ്മച്ചിയാണെങ്കിൽ അമ്മച്ചിയോട് പറഞ്ഞിട്ട് ഈ കേക്ക് കൊണ്ട് ഡൈനിങ് ടേബിളിൽ കൊണ്ട് മൂടി വെക്കും. ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കൊട്ടയുണ്ട്, അത് വെച്ച് മൂടി വെച്ചിട്ട് പിന്നെ താരനെ വിളിക്കുള്ളൂ. അപ്പോൾ ഞാൻ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട്, അത് തുറക്കാൻ വേണ്ടി പറയുമ്പോൾ ഈ കേക്ക് കാണും. അല്ലെങ്കിൽ താരയാണ് വന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇത് പറയും, ഹാപ്പി ബർത്ത്ഡേ പറയും. അപ്പോൾ നമുക്ക് നോക്കാം. സംഭവം 12 മണിക്ക് ഓടി എത്താമെന്ന് വിചാരിച്ചത്, എത്താൻ പറ്റിയില്ല. തുറക്കണില്ല കേട്ടാ, നല്ല ഉറക്കമാണെന്ന് തോന്നാൻ. തുറക്കാത്തപ്പോൾ എൻ്റെ ഒരു ഹോളിമ്പലുണ്ട്, ഞാൻ കാണിച്ചു തരാം. ആ ഇപ്പോൾ വരും. അമ്മച്ചി സൗണ്ട് കേൾക്കുന്നുണ്ട്. അമ്മച്ചിയാണെങ്കിൽ ഒരു ഫ്രാങ്കിനുള്ള വഴിയുണ്ട്. താരനെ വിളിക്കല്ലേ? അയ്യോ, ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. ഞാൻ അമ്മച്ചിയാണ് ആദ്യം വരുന്നത്, ഒരു പ്രാങ്ക് തരാൻ വേണ്ടി താമസിച്ചു പോയി. പരിപാടി കഴിയാൻ താമസിച്ചു. ഇത് കേക്ക്, ഇത് ഗിഫ്റ്റ്. അമ്മച്ചിക്ക് ബർത്ത്ഡേ എന്നറിയാവുന്നത് ആരടാ? ഇത് പിടിക്ക്. കേക്ക് മുറിച്ചാലോ നമുക്ക്? അമ്മച്ചി ഇവിടെ വാ. അമ്മച്ചി നമുക്ക് ഇവിടെ നിന്ന് മുറിക്കാം. കേക്ക് മുറിച്ചതിൻ്റെ ഗിഫ്റ്റൊക്കെ കാണിച്ചു തരാം. വീട്ടിൽ വിളിച്ചോ. അമ്മച്ചി ഇവിടെ വാ, ഇപ്പുറത്ത് വാ. പ്രാർത്ഥിക്കാം, കേക്ക് വെച്ചിട്ട് പ്രാർത്ഥിക്കാം. ഈ സൈഡിൽ വാ. കേക്ക് വാങ്ങിക്കോട്ടെ. ഹാപ്പി ബർത്ത്ഡേ താര. ഞാൻ 1/2 കിലോ വാങ്ങിച്ചുള്ളൂ, അല്ലെങ്കിൽ വേസ്റ്റ് ആവും. എവിടെയുണ്ട്? അമ്മച്ചിയുണ്ട്. സ്പീക്കർ ഫോണിലിട്ട്. സുഖമായിട്ടിരിക്കുന്ന. മമ്മി എവിടെ? മമ്മി ഉറക്കമാണെങ്കിൽ വിളിക്കണ്ട. കാണിച്ചു കൊടുത്തേ. എന്റെ വീട്ടിൽ നിന്ന് വിളിച്ചേട്ടാ. ബർത്ത്ഡേ എന്നൊരു അറിയാൻ പോലല്ലേ. ഞാനങ്ങനെ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാറൊന്നുമില്ല, അപ്പൊ അതുകൊണ്ട് ഡേറ്റ് എന്താ പറയണ്ട്. മമ്മി ഉറങ്ങിയോ? പൊന്നൂസ് ഉറങ്ങിയോ? ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ടോ? ഞാന് ആഘോഷിക്കാറില്ല. ചെറുപ്പത്തില് പായസമൊക്കെ വെച്ച് തരുമായിരുന്നു മമ്മി. കേക്ക് മുറിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം ആണ് ഇപ്പൊ മുറിക്കാൻ പോകുന്നത്. പപ്പക്കറിയാമോ ബർത്ത്ഡേ ആണെന്ന്? ഞാൻ പറഞ്ഞായിരുന്നു, ഓർത്തത്. അതെ അതെ, ഞങ്ങളങ്ങനെ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാറൊന്നുമില്ല കേട്ടാ. മമ്മി തിരിച്ചയച്ചോട്ടെ. ഹലോ, ഞങ്ങള് കേക്ക് വാങ്ങിച്ചു. കേക്ക് മുറിക്കുക. ചേട്ടൻ വാങ്ങി വന്നയാ. ഉണ്ട്, അമ്മച്ചിയുണ്ട്, ചേട്ടനുണ്ട്. കേക്ക് ഉണ്ട്. ഇതാണ് എൻ്റെ പപ്പ. മമ്മി വീട്ടിൽ നിന്ന് വിളിക്കുകയാണ്. ഇല്ല, അവൻ കോഴിക്കോട്. അപ്പൊ നിങ്ങൾ ലൈവായിട്ട് കണ്ടോ കേട്ടോ ഞങ്ങൾ മുറിക്കുന്നത്. പൊന്നൂസ് ഉറങ്ങിയോ മമ്മി?
പിതാവേ അങ്ങയുടെ നാമം പൂജിക്കുന്നവനെ അങ്ങയുടെ രാജ്യം പറഞ്ഞമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ അന്നൊന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരും ഞങ്ങൾ ക്ഷമിക്കുന്നതല്ലേ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാന്ന് അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടലാന്ന് പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷണേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനുസരി പരിശുദ്ധാത്മാൻ്റെ പാട്ടുപാട് വെച്ച 2 പരിപാടിയാൽ മതി. ഒരു പാട്ടോടെ ക്രിസ്ത്യൻ പാട്ട് എന്തെങ്കിലും പാട്ട് പാടോ? ആ 2 പരിപാടിയാണ്. പഠിക്കൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ, ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഓക്കെ, അടിപൊളി. മതി 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 മതി. അപ്പം ഇനി കേക്ക് മുറിക്കാം. എവിടുത്തെ എവിടേക്കാൻ പറ്റി? അതേ തന്നെ എവിടെ പോണ്? ഇതെടുക്കട്ടെ തന്നെ ഞാനൊരു സാധനം കേക്ക് മുറിച്ചിട്ട് എടുക്കാം. അപ്പം പിന്നെ പറഞ്ഞേ ഞാൻ കൈ കിട്ടിയല്ല അമ്മച്ചി എന്താ മേടിച്ച് വെച്ചിട്ടുണ്ട്? എന്താ കേക്ക് മുറിച്ചിട്ട് കൊടുത്താൽ മതി, ഇപ്പൊ കാണിക്കണ്ട. കേക്ക് മുറിച്ചിട്ട് കേക്ക് മുറിക്കുന്ന അമ്മച്ചി ഹാപ്പി ബർത്ത്ഡേ പാട്ട് പഠിക്കോ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു താര, ഹാപ്പി ബർത്ത്ഡേ ടു യു. അമ്മയാണ് പ്രസവിച്ചത്. മമ്മിക്ക് ഫസ്റ്റ് കേക്ക് കഴിച്ചോ? ബാവളി ബാവളി കഴിച്ചു. പിന്നെ അമ്മച്ചി കൊടുക്കത്തിരി കേക്ക്. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. അവർക്കും തടയുണ്ട്. കഴിച്ചോളൂ. ഞാൻ അമ്മച്ചിയുടെ ഗിഫ്റ്റ് കൊടുക്കാം. അവർക്ക് കൊടുക്കാനുള്ള കാര്യത്തിൽ കൊടുക്കാം. നമ്മള് മകൾക്ക് ഗിഫ്റ്റ് ഉണ്ട് ചുണ്ടത്തിരിക്കണം. പോയാ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അമ്മച്ചിയുടെ വകയായിട്ട്. മോതിരം എന്താണ്? പവനാണ് കേട്ടോ വെച്ചാൽ അതൊക്കെ പിന്നെ അതിന്ന് ഇല്ലേ പോയാ സ്വർണ്ണമല്ല, സ്വർണ്ണ കോയിനാണോ ഇത്? പോരെ സ്വർണ്ണപ്പവൻ എന്ന് കാണിച്ചു കൊടുത്തേ. കോയിന ഇതാണ് കേട്ടോ അമ്മച്ചി എനിക്ക് തന്ന ഗിഫ്റ്റ്. എന്താ കോയിന്? കോയിന അതെ ഈ മാലമ്മ കൊളുത്തിട്ടിടണം കേട്ടോ. ദേ മമ്മി പപ്പ കണ്ടോ, ഇതെനിക്ക് അമ്മച്ചി തന്ന ഗിഫ്റ്റ് ആണേ. സ്വർണത്തിന്റെ കോയിനാണ്. അപ്പൊ മാലയിൽ ഇടുന്ന കോയിനാ. കണ്ടോ? കൈയൊക്കെ തുടച്ചേ. താങ്ക് യു അമ്മച്ചി. എന്റെ ഗിഫ്റ്റ് ഇപ്പൊ എനിക്ക് ചെറുതായി പോയല്ല. അവർക്ക് രണ്ടുപേരും കൊടുക്കട്ടെ. ഇതേ ഇത് ഗിഫ്റ്റ് അല്ല കേട്ടോ. ഇത് നിനക്ക് ഡ്രസ്സ് വാങ്ങിച്ചപ്പോ അവിടുന്ന് ഇത് കിട്ടിയതാ, ഫ്രീ തന്നതാ. അപ്പൊ ചേട്ടന്റെ ഗിഫ്റ്റും വന്നിട്ടുണ്ട്. ചേട്ടന്റെ ഗിഫ്റ്റ് എന്താ നോക്കട്ടെ. ഇതാണ് ഓക്കെ. സൂപ്പർ. ഇതെങ്ങനെയിരിക്കണത്? വില കൂടിയതാണ്ടാ. മമ്മി ചേട്ടന്റെ വക ഡ്രസ് എങ്ങനെയുണ്ട് അമ്മച്ചി? വില പറയണ്ട. ഇനിയുണ്ട് അതുപോലത്തെ ഒരു 3-4 ഉണ്ട് ജീൻസ്. എനിക്ക് കുറെ ആളായാലും ജീൻസ് വേണമെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ എടുക്കാനാ. കോട്ട് സെറ്റ്. അപ്പൊ ചേട്ടന്റെ വക ഗിഫ്റ്റും കിട്ടിട്ടോ. അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര ഗ്രാൻഡ് ആയിട്ട് എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അപ്പൊ സന്തോഷം, ഹാപ്പിയായി. പിന്നല്ലേ നാളെ പുറത്തേക്ക് വയസ്സം വരുമ്പോ മാലം ചെയ്തിട്ടുണ്ട് തന്നെ പിന്നീട് ഇതേ കളഞ്ഞ. അപ്പൊ ആഘോഷങ്ങള് തീർന്നിട്ടില്ല കേട്ടോ. ഇനി അങ്ങോട്ട് അല്ല, ഇന്ന് നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? അടിച്ചു പൊളിക്കണം. എന്റെ അടിപൊളി ഗിഫ്റ്റ് ഒക്കെ ഇനി വേറെ ഉണ്ട്. അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റൂല നമുക്ക്. എവിടെ കോയിനെന്താ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. കോയിൻ ഇവിടെ ഉണ്ടായി, അവിടെ ഉണ്ട്.
ഇവിടെ ഉണ്ട് ശരിക്കേ. അപ്പോൾ വീഡിയോ തീരുന്നില്ല കേട്ടാ, ഈ വീഡിയോ തുടർന്ന് കാണണം കേട്ടാ. ഇനി എന്നും പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടാ. ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോണേ. ടൈം എന്ന് പറഞ്ഞു കാണിച്ചത് 12:30 ഇന്ന് രാവിലെ എണീറ്റിട്ട് വേണം എന്താണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യാൻ അല്ലേ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നൈറ്റ്. ഞങ്ങളിപ്പോൾ താരയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതാണ്. താര കഴിഞ്ഞ കൊല്ലം വരെ താരയുടെ നാട്ടിൽ അടൂരായിരുന്നു. ഈ കൊല്ലം ഞങ്ങൾക്ക് ഇവിടെ കിട്ടി. കൊച്ചി മുണ്ടമ്മയിൽ കൊച്ചിയിലാണ് ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഭക്ഷണമൊക്കെ ഞങ്ങൾ 3 പേരും കൂടി വളരെ സ്നേഹത്തോട് ഒരുക്കത്തോടുകൂടി ഉണ്ടാക്കിയ ഭക്ഷണമാണ്. ഞങ്ങൾ കഴിക്കട്ടെ, നിങ്ങൾ കണ്ടിരിക്കണേട്ടെ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് പറയാം. കേക്ക് മുറിയൊക്കെ അടിപൊളിയായിരുന്നു. കേക്ക് മുറിയൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിച്ചു. അപ്പോൾ നമുക്ക് ഇലയിടാം. ഇങ്ങനെയാണ് ഇല ഇങ്ങനെ. ഇത് ശരിക്കും ഇല കാശ് കൊടുത്ത് വാങ്ങിച്ചല്ലട്ടാ, വാഴ പറഞ്ഞോളൂ. കീറാത്തല്ല ഒരു വാഴയില ഉണ്ടായിരുന്നത് ഇങ്ങനെ വെട്ടിയത്. പൈസ കൊടുത്ത് ഓണത്തിന് മാത്രം ഇവിടെ ഇല മേടിക്കാൻ കിട്ടുള്ളൂ. 3 ഇല മുറിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയൊക്കെ ഒന്നേ പരിചയപ്പെടുത്തി കൊടുത്താലോ? കൊടുക്കാം. ഒന്ന് പറഞ്ഞു കൊടുത്തേ ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു പ്ലാനിങ്ങും ഇല്ലാത്തൊരു സദ്യ ആയിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയൊരു സദ്യയാണ്. അപ്പോൾ രാവിലെയാണ് ചേട്ടൻ പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു സദ്യ ഉണ്ടാക്കാന്ന്. അപ്പോൾ ചേട്ടനാണ് കേട്ടോ എല്ലാം വാങ്ങിക്കേണ്ടി വന്നത്. അപ്പോൾ രാവിലെ തന്നെ പോയിട്ട് മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് കിട്ടാവുന്ന സാധനങ്ങളൊക്കെ എല്ലാം സംഘടിപ്പിച്ച്. അപ്പോൾ ചെറിയൊരു നോൺ വെജ് സദ്യ അല്ലേ? അതെ, വെജും ഉണ്ട് നോൺ വെജും ഉണ്ട്. അപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ താരയുടെ ഉടുപ്പ് ഇത് കണ്ടില്ലേ? ഇതാ ഇന്നലെ ഞാൻ മേടിച്ചു കൊടുത്തിട്ട് ഒന്ന് നീച്ചേ. ഇതാണ് ഉടുപ്പ്. അപ്പോൾ നമുക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുത്ത കറികളൊക്കെ. അറ്റത്തുണ്ട് ഈ കറികൾ. ബീഫ് റോസ്റ്റ്, ഇത് മാങ്ങാച്ചാറ്, ഇത് ചീരത്തോരൻ, ഇത് വെണ്ടയ്ക്ക പച്ചടി, ഇത് സാമ്പാർ, ഇത് മോര്, അത് ബീൻസിന്റെ മെഴുക്ക് വരട്ടി, ഇത് അവിയൽ. അതെ, സാമ്പാർ പറഞ്ഞു. സാമ്പാർ പറഞ്ഞു. പിന്നെ ഇത് സേമിയ പായസം. അടിപൊളി സേമിയ പായസം. അപ്പൊ ഇതെല്ലാം ഉണ്ടാക്കിയത് താരയുണ്ടാ. ഇത് താര സ്പെഷ്യലാണ് കംപ്ലീറ്റ്. അപ്പൊ നമുക്ക് വിളമ്പിയാലോ? ഫിഷ് ഫ്രൈ ചേട്ടനല്ലേ ഉണ്ടാക്കി? ഫിഷ് ഫ്രൈ ഞാൻ ഉണ്ടാക്കിയത്. മസാല തേച്ചത് അമ്മച്ചിയാ അല്ലേ? അതെ. രാവിലെ തുടങ്ങിയ മടുപ്പിടുത്തമുണ്ട്. ഇപ്പൊ നല്ല ടൈമായി. വേവിച്ചൊക്കെ വന്നപ്പോ സമയത്തായി. അപ്പൊ എന്താ പറയാനുള്ള ഇതുപോലെ കറികളാണ് ചേട്ടാ വിളമ്പണ്ടേ? കറികളാണ് അതേത് കറിയാ? അതൊന്നും എനിക്കറിയില്ല. നമുക്ക് കറികൾ തുടങ്ങാം. ആരും കൂടി വിളമ്പട്ടെ? എനിക്ക് സ്വല്പം ഇപ്പൊ പള്ളി പോയിരിക്കാല്ലേ. ഇതാണ് വെണ്ടയ്ക്ക പച്ചടി. ഞാൻ ഉണ്ടാക്കിയതാട്ടാ. അച്ചാറ് വിളമ്പണേനെ നിയമങ്ങളെന്ന് പറഞ്ഞൂടാ. പിന്നെന്താ? തോരൻ. ഇത് ചീര. ചീരയും കൊള്ളാം, കറിയും കൊള്ളാം. ചീരക്കറി വെച്ച പെണ്ണും കൊള്ളാം. അവിയല്. നമുക്ക് അവിയലിന്റെ കളർ ഇവിടെ വെക്കട്ടാ. അവിയല് കുറച്ചിട്ടോ. ചേട്ടന് വിളമ്പാ അറിയാൻ പാടില്ല. അമ്മച്ചി കുറച്ച് മെഴുക്കുവരട്ടി കേട്ടോ. ബീൻസ്. ബീഫ് റോസ്റ്റ് ഉണ്ടോ? ബീഫ് റോസ്റ്റ് അമ്മച്ചി ഇത്തിരി കഴിക്കുള്ളൂ. താരക്കത്തിരി ബീഫ് റോസ്റ്റ്. എനിക്ക് എന്താ വിളമ്പുള്ള? ഇനി ചോറ് വിളമ്പിക്കോ. ചോറ് വിളമ്പാം. മീനൊക്കെ ഇപ്പോഴുണ്ട്. പള്ളി പോയിരിക്കാല്ലേ മണം ഉണ്ടോ? അമ്മച്ചിക്ക് പള്ളി പോകല്ലേ. മീൻ ഇത് നോക്കി. മീൻ നോക്കി. അയില, ഉള്ളയില. ചോറ് വിളമ്പട്ടെ? വിളമ്പിക്കോ. അമ്മച്ചിക്ക് ഇല ഇത്തിരി വലി. ഇല ഇങ്ങനെ പിടിക്കണം കേട്ടോ. ചോറ് സ്വല്പം ഇട്ടാ കേട്ടാ. വീടല്ലേ നീ പള്ളി പോകുമ്പോഴേ ഉറക്കം വരും.
പതുക്കെ വിളമ്പണം കേട്ടോ. ആ മതി മതി അതങ്ങനെ ഇടണം. മതി മതി. ശരിയല്ലേ ഇത്തിരി വലിച്ചങ്ങോട്ട്. പായസം അപ്പം നീക്കണം കേട്ടോ. ചാറ് ഏതാണ്? സാമ്പാർ. ചാറ് ഇട്ടെ മോരിയാർ ഇത്തിരി വേണ്ട വേണ്ട എല്ലാം ആയാ? ചേട്ടന് സാമ്പാർ കഴിക്കട്ടെ. ആ എനിക്ക് മോരിയാർ മതി. ബീഫുള്ളതല്ലേ. പപ്പടം തന്നില്ല. പപ്പടം പറയുന്നത് വേണോ പപ്പടം? അല്ല എടുത്തിട്ടില്ലേ പപ്പടം. അപ്പൊ നിങ്ങൾ സംസാരിച്ചിരിക്കാം. പപ്പടം എടുത്തിട്ട് വരാം. അപ്പൊ ഞങ്ങളുടെ സദ്യയൊക്കെ റെഡിയായി, ഞങ്ങൾ കഴിക്കാൻ പോവാ അല്ലേ അമ്മച്ചി? കഴിക്കാൻ രാവിലത്തെ ഭക്ഷണം ബനീഷിൻ്റെ ഇരിക്കും, സുരേഷിൻ്റെ. സുരേഷ് വന്നിരിക്കാവുന്ന. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ സദ്യ കഴിക്കാൻ, ഭയങ്കര ഇഷ്ടമാണ്. പപ്പടം 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 വേഗമാണ് കഴിക്കും വേണം. ഒറ്റപ്പൊലിക്കല്ലേ കരക്ക് 2 ഇടും. ഒരെണ്ണം മതി. കഴിക്കണേ മുമ്പ് പറയാം ജി ഹാപ്പി ബർത്ത്ഡേ ഒന്നും കൂടി പറഞ്ഞേക്ക്. അപ്പം എല്ലാവർക്കും അല്ല എനിക്ക് താരെ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. താങ്ക് യു. എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞില്ലല്ലോ പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അമ്മച്ചിക്ക് കൊടുത്തു. അത് എടുക്കൂല കേട്ടോ. വേണ്ട, ഞാൻ പറയട്ടെ. അങ്ങനെ എന്തെല്ലാം പറയാൻ കിടക്കും. നല്ലൊരു കാലം പറയാം. എന്താണ് അമ്മേ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ എന്തിനാണ് അടുക്കിയിരിക്കുന്നത്? ഞാൻ പറഞ്ഞു ഞാനില്ല, എൻ്റെ പേര് നിങ്ങന്നല്ലേ ചിന്നമ്മേ. പിന്നെ ഞാൻ നടക്കുന്നതല്ല, നിങ്ങൾ പിടിച്ചിരുത്തണേണ്. അപ്പൊ അങ്ങനെ ആരും ഇനി പറയില്ല കേട്ടോ. എൻ്റെ പേര് ചിന്നമ്മേന്നാണ്, അവരെന്നല്ല. നടുക്കിരിക്കുന്ന എന്താന്ന് ചോദിച്ചു. അന്ന് തുടങ്ങി അമ്മ നടുക്കരിക്കാറില്ല. എത്ര നിർബന്ധിച്ചാലും ഇരിക്കൂല. അപ്പൊ ചേട്ടാ എങ്ങനെയുണ്ട് സദ്യ കഴിച്ചിട്ടൊന്നും പറഞ്ഞു? സദ്യ അടിപൊളിയല്ലേ. ഇപ്പം എല്ലാം കൊള്ളാം. ബർത്ത്ഡേ വിശേഷങ്ങൾ പറ. ബർത്ത്ഡേ വിശേഷങ്ങള് ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു കേട്ടോ, നന്നായിട്ടുണ്ട്. നിങ്ങൾക്ക് ചേരുന്നുണ്ടോ? അടിപൊളിയാ, സൂപ്പർ. കൊള്ളാം അമ്മച്ചി? കൊള്ളാം കൊള്ളാം കൊള്ളാം. അങ്ങനെ പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഇളയ മകൻ പണി പഠിച്ചു, അടുക്കള പണി പഠിച്ചു, അലക്കാൻ പഠിച്ചു, തുണി മടക്കി വെക്കാൻ പഠിച്ചു. എല്ലാവരും പെണ്ണ് കെട്ടിക്കഴിയുമ്പോഴാണ് പണി പഠിക്കുന്നത് കേട്ടോ. അമ്മമാരൊന്നും വിഷമിക്കണ്ട, പെണ്ണ് കെട്ടിക്കഴിയുമ്പോൾ തന്നെ ആയിക്കോളും. അപ്പൊ എല്ലാവർക്കും ബർത്ത്ഡേ വിഷസ് അറിയിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. പിന്നെ അറിയിക്കുന്ന ആൾക്കാർക്കും താങ്ക് യു പറഞ്ഞു. അതെ, അപ്പൊ ഇനി പറയാൻ പോകുന്നവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെന്താണ്, വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ആഘോഷിക്കുന്നത്. ചെറുപ്പത്തിൽ ബർത്ത്ഡേ വരുമ്പോൾ എൻ്റെ പപ്പ മമ്മി എനിക്ക് പായസം ഉണ്ടാക്കി തരും, അരിപ്പായസം ഉണ്ടാക്കി തരും. അതല്ലാതെ കേക്ക് എഴുതിയിട്ടില്ല, പിന്നെ സദ്യ ഉണ്ടാക്കിയിട്ടില്ല. പറഞ്ഞല്ല. ആ അതെ, പായസം കഴിക്കാട്ടാ, കുറച്ച് മതി അല്ലേ? പായസത്തിന്റെ ആളിവിടെ ഉണ്ട്. ഇതാണ് പായസം, നോക്കിയാൽ കലക്കം പായസം. സദ്യ കഴിച്ചാൽ പായസം നിർബന്ധമാണ് അല്ലേ? പിന്നെ കുറച്ച് മതി മതി. പപ്പടം കൂടെ പൊടിച്ചിട്ട് ചേട്ടനെടു വേണ്ട, പപ്പടം ഇട്. അത് നമ്മൾ ചോറ് കഴിച്ച ഇലയിൽ തന്നെ കഴിക്കണം. അപ്പം പപ്പടം പൊടിച്ചു വെച്ചാൽ അവിടെ പൊടിച്ച് നോക്കി കഴിച്ച്. നല്ല ചൂടല്ലേ പായസത്തിന്. പഴം വേണം? ഒരു പഴം എടുക്കാം. പഴവും കൂടി ഇട്ട് കുഴച്ചാലാണ്. ശർക്കര പായസം ആയിരിക്കും പഴം ഇട്ട് കൊടുക്കണ്ടേ അല്ലേ? അതെ. സേമിയ ഉണ്ടോ? സേമിയ പായസം ഉണ്ട്.
അമ്മച്ചി ഒന്നും പറഞ്ഞില്ലല്ലോ എങ്ങനെയുണ്ട് പായസം? നല്ല വയസ്സായതുകൊണ്ട് ഉണ്ടാത്തത്. സദ്യ കഴിച്ച് ഞങ്ങൾ ഒന്നും പറയാതായി അല്ലേ? ഒന്നും മിണ്ടാതായി. അമ്മച്ചി എന്നാ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടു കേട്ടോ. താലിയിലെ അടിയിൽ വെക്കണത് അല്ലേ അമ്മച്ചി? ആ അമ്മച്ചി കൊടുത്ത ഗിഫ്റ്റ് നാളെ കോയിൻ നാളെ തന്നെ പോയി ചെയ്യിക്കാം. ആ കോയിൻ താലിമാലട ഇടണല്ലേ? ഇതേപോലെ ഇതേപോലെ വറുത്തിടണം. അതേപോലെ കൊടുത്തിടണം. താലിമാലമ്മ കൂട്ടണ്ട കേട്ടോ, താലിമ കൂട്ടണ്ട. അവർ കൊടുത്തുണ്ടാക്കി തന്നിട്ട് വേറെ ഇടും. അരപ്പവനുണ്ടല്ലേ അമ്മച്ചി? അത് അരപ്പവനുണ്ട്. ഹാപ്പിയായി. ഇത് അരപ്പവൻ. അമ്മച്ചി എന്ന അരപ്പവന്റെ കൂട്ടത്തിലേ എന്റെ ഡ്രസ് മുങ്ങിപ്പോലെ അതേതോ സിനിമ ഡയലോഗ് അല്ലേ ചേട്ടാ? സിനിമ ഡയലോഗ് അവര് പറഞ്ഞുതരും. അതേത് സിനിമ ഡയലോഗാ? പറഞ്ഞുതരും. ബർത്ത്ഡേ ഓർമ്മക്കാട്ട് അവനിടുക. ഓക്കെ, ഞങ്ങൾ ഇട്ടിരിക്കും അല്ലേ? ആ ഓക്കെ. അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്താൽ ആൾക്കാർക്ക് ബോറടിക്കുന്നുണ്ട്. അപ്പോൾ ബർത്ത്ഡേ വീഡിയോ അവസാനം വരെ കണ്ട് പ്രോത്സാഹിപ്പിച്ച വിശ്വസ് അറിയിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഇങ്ങനെ ഒരു കൊല്ലം ഞങ്ങൾക്ക് ദൈവം ഒരുക്കി തന്നത് ദൈവത്തിന് എല്ലാ സ്വർഗമധ്യസ്ഥന്മാർക്കും നന്ദി പറയുന്നു. വീണ്ടും ഞങ്ങൾ അനുഗ്രഹിക്കണമേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാട്ടാ.